മതേതര രാജ്യത്തിൽ മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പീഡിപ്പിക്കുകയല്ല, മറിച്ച് മതങ്ങളെയും അവിടെ ആരാധനാലയങ്ങൾ ആവശ്യത്തിനും നേഷത്തെ പടുത്തുയർത്താനും ഉത്സവങ്ങൾ മത്സരിച്ച് സംഘടിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ, നീക്കങ്ങളെ ഉത്സാഹപ്പെടുത്താനും ഇടവരുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധർമ്മ ഉദ്ഘാടനം ചെയ്തു. കാലികമായുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് യുക്തിവാദി സംഘടിത ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. സന്ദർഭവശാൽ ശ്രീ പ്രദീപ് ശ്രീനാരായണ ഗുരുദേവന്റെ കരി വേണ്ട, കരിമരുന്നും വേണ്ട എന്ന വാചകങ്ങൾ ഇവിടെ ഉച്ചരിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങളെ കുറെ കൂടെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹോദരൻ അയ്യപ്പൻ ആഗ്രഹിച്ചത്, ശ്രമിച്ചത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ മറ്റൊരു ശിഷ്യനായ സി കേശവൻ, ഇപ്പോൾ തിരുവറ്റിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിൽ ഒരു തീപിടുത്തമുണ്ടായി. ആരെ തീവച്ചു എന്നറിയില്ല. അതിൻ്റെ പേരിൽ വാദകോലാഹലങ്ങളും സംഘർഷങ്ങളും അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറയാൻ നിർബന്ധിതനാണ്. അങ്ങനെ പറയാനുള്ള തന്റെ ഇടം ധൈര്യം കാണിച്ച ഉറച്ച മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ, തിരുവച്ചിയുടെ ചരിത്രത്തിൽ, തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ സി കേശവൻ. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദ സംബന്ധമായ പ്രഭാഷണം നടത്തിക്കൊടുന്ന ഒരു സന്ദർഭത്തിൽ പലരും ശ്രീനാരായണ ഗുരുദേവനോട് ഈ അയ്യപ്പൻ ദൈവദോഷം കിട്ടുന്ന പഠിതം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പരാതിപ്പെടുകയും, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഏതോ ഭാഗത്ത് ഒരു പരിപാടിയിൽ ഗുരുദേവനെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പനെയും കൂടെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു. എന്നിട്ട് ആ പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സദസ്യരുടെ കൂട്ടത്തിലെത്തി. വേദിയിലെത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ, പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ, എനിക്ക് പറയാനുള്ളത് ഈ അയ്യപ്പൻ പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കാതെ സദസ്യരുടെ കൂട്ടത്തിരിക്കുകയാണ് ചെയ്തത്. ശ്രീ സഹോദരൻ അയ്യപ്പന് നേരെയുള്ള പരാതിയെ ആ രീതിയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ കൈകാര്യം ചെയ്തത്. മാത്രമല്ല, ഒരിക്കൽ തൊട്ടടുത്ത മദ്രാസ് പ്രവിശ്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു രാത്രി വഴിവക്കത്ത് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന കാറിലെ ഡ്രൈവറുമായി തങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഭയമുണ്ടായി. അത് ഭൂത പിശാചുക്കളെല്ലാം വന്നാലോ ഇത് എങ്ങനെയിരിക്കും എന്ന് അദ്ദേഹം ഈ ഡ്രൈവർ ഗുരുദേവനോട് സന്ദേഹവും സംശയവും ആശങ്കയും ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂത പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ അതുണ്ടെന്ന് എങ്കിൽ മാത്രം എഴുതിയാലും ഇല്ലാന്ന് കരുതിയാൽ ഇല്ല, ദൈവം പോലും അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ.
ആ ശ്രീനാരായണ ഗുരുദേവനെയാണ് നമ്മൾ പല ആളുകളും ഇപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച പല രീതിയിൽ പലരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശിവഗിരിയിൽ തീർത്ഥാടന സംഗമ പരിപാടികൾ നടക്കുന്നത്. തീർത്ഥാടന പരിപാടി 1987-91 കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരു പരിപാടി തീർത്ഥാടനത്തോട് സംബന്ധിച്ച അവിടെ നടന്ന യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ യുവജനക്ഷേമ വകുപ്പിന്റെ മന്ത്രിയും ഉണ്ടായിരുന്നു ക്ഷണിക്കുന്നുണ്ട്. അന്ന് അവിടെ ചെന്നപ്പോൾ കേരളത്തിലെ പ്രബല യുവജന സംഘടനാ നേതാക്കളൊക്കെ തന്നെ വേദിയിലുണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ നിയമസഭാ സാമാജികന്മാരുമായിരുന്നു. ഞാനന്ന് പറഞ്ഞു 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. അതിനു 10 വർഷവും അതിനുശേഷം 10 വർഷവും നമ്മുടെ യുവാക്കൾ എന്തിനോടും പൊരുതാൻ പടവെട്ടാൻ തയ്യാറുള്ളവരായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കെതിരെ അവർ പടവെട്ടിയെ പൊരുതി. അങ്ങനെ ഒരു യുവ നേതൃനിരയാണ് നമ്മുടെ നാട്ടിൽ ചില പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു യുവജന നിരയെ ഞാനിന്ന് കാണുന്നില്ല എന്ന് പറയട്ടെ. ഈ വേദിയിലുണ്ടാകുന്ന പ്രബല യുവജന സംഘടനാ നേതാക്കളൊക്കെ അതിനോട് പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവരാരും കേട്ടതായി നടിക്കില്ല. അങ്ങനെയാണ് പല പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നൊരു പതിവാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഷാജി എന്നോട് പറഞ്ഞു, എല്ലാം പ്രായമായവരെയാണ് കാണുന്നത്, യുവാക്കളാരും കാണുന്നില്ല. യുവാക്കളെ ആ വഴിക്ക് നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവരിപ്പോ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സ്വന്തം അടുത്ത ആളുകളെപ്പോലും കൊല ചെയ്യുന്നതിന് അവർക്ക് ഒരു മടിയില്ലാത്ത മാനസിക അവസ്ഥയുള്ളവരായി അവർ മാറിയിരിക്കുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവജന സംഘടനകൾ തന്നെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. എല്ലാ സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക സംഘടനകൾ ആലോചിക്കുകയാണ്. മതേതരത്വത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എന്താ മതേതരത്വം? നമ്മുടെ ഭരണഘടന ഉറപ്പു പറയുന്ന മതേതരത്വം തന്നെ അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുക. എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, അതാണ് മതേതരത്വം എന്നാണ് പലരും ധരിക്കുന്നത്. എല്ലാ മതങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക എന്നാണ് മതേതരത്വം, മതനിരപേക്ഷത എന്നുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഇവിടെ വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ മുക്കിലും മൂലയിലും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുക. മുക്കിലും മൂലയിലും വിവിധ മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഉത്സവങ്ങൾ ഓരോ സമുദായക്കാർക്കും പ്രത്യേകിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതവിഭാഗങ്ങളും സമുദായ വിഭാഗങ്ങളും മതപരമായ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ആരാധനാലയങ്ങളുടെ പേരിൽ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ കടുത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പലരും മുമ്പോട്ട് വരുന്നില്ല. യുക്തിവാദി സംഘം പോലുള്ള സംഘടനകളെങ്കിലും പരിമിതമായ തോതിൽ അതിന് മുന്നോട്ട് വന്നിരിക്കുന്നത് നല്ല കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ആനയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വനസംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഗൗരവമായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച സമർപ്പിക്കപ്പെട്ട കാർഗിൽ റിപ്പോർട്ടിനെതിരെയും അതുപോലെ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയും ഒക്കെ ഇവിടെ പലരും മതവിഭാഗങ്ങളടക്കം രംഗത്ത് വരികയുണ്ടായി. പക്ഷെ ഇപ്പോ
വന്യമൃഗങ്ങൾക്ക് കാട്ടിക്കിടക്കാൻ കഴിയുന്നില്ല, അവർ താഴോട്ട് വരുന്നു. അതാണ് ഒരു പ്രശ്നം. എന്തുകൊണ്ടാണ് താഴോട്ട് വരേണ്ടി വരുന്നു? വന നശീകരണവും പരിസ്ഥിതി നശീകരണവുമാണ് അവരെ കാട് വിട്ട് പുറത്തോട്ടിറങ്ങി മനുഷ്യവാസം അസാധ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ചിന്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അവരെ ആ വഴി ചിന്തിക്കാനും യുക്തിവാദി സംഘം പോലുള്ള സംഘടനകൾ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ കോടതി വിധികളെക്കുറിച്ച് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളെയും മറ്റും കോടതിയിലേക്ക് വരുത്താൻ വളരെ നിർബന്ധം പിടിക്കുന്ന കോടതികൾ, ഹൈക്കോടതി ഉൾപ്പെടെ, ഈ റോഡ് കയറി പൊക്കാലയിടുകയും മറ്റ് മതപരമായ ചടങ്ങുകളും ഉത്സവങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾക്ക് നേരെ, അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റികളുടെ ആളുകൾക്ക് നേരെ, അങ്ങനെ രാഷ്ട്രീയ കക്ഷികളുടെ പേരിൽ എടുക്കുന്ന അതിന്റെ നേതാക്കന്മാരുടെ എടുക്കുന്ന നടപടി പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഗൗരവപരമായി കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനൊരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഉത്സവങ്ങൾ, ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കണം, ഉച്ചപ്രാശനി ഉപയോഗം നിയന്ത്രിക്കണം, റോഡ് കയറിയുള്ള ഉത്സവങ്ങൾ നിയന്ത്രിക്കണം, ഇക്കാര്യത്തിൽ കോടതി ഉത്തരവുകൾ പാലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുക്തിവാദി സംഘം നടത്തുന്ന ഈ സമരത്തിന് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്. എത്തിയിട്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി കരുത്തോടെ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു മതേതര രാജ്യത്തിൽ മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പീഡിപ്പിക്കുകയല്ല, മറിച്ച് മതങ്ങളെയും അവിടെ ആരാധനാലയങ്ങൾ ആവശ്യത്തിനും നേശത്തെ പടുത്തുയർത്താനും ഉത്സവങ്ങൾ മത്സരിച്ച് സംഘടിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ, നീക്കങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ഇടവരുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധർമ്മ ഉദ്ഘാടനം ചെയ്തു.